എല്ലാവർക്കും സജിതാസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കിങ്ഡം പ്രൊട്ടിസ്റ്റ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, കിങ്ഡം പ്രൊട്ടിസ്റ്റ ഓർ പ്രൊട്ടിസ്റ്റാർ യൂണിസെല്ലുലാർ യൂകാരിയോട്സ്. യൂണിസെല്ലുലാർ യൂകാരിയോട്സ്. പ്രൊട്ടിസ്റ്റ് യൂണിസെല്ലുലാർ ആണ്, യൂകാരിയോട്സ് ആണ്. ദേ ആർ അക്വാട്ടിക്. ഇവർ കാണപ്പെടുന്നത് ജലാശയങ്ങളിലാണ്. ദെൻ ദിസ് കിങ്ഡം ഫോംസ് എ ലിങ്ക് വിത്ത് plants, animals and fungus. Forms a link with plants, animals and fungus. പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഫംഗസിൻ്റെയും സ്വഭാവം കാണിക്കുന്ന മെമ്പേഴ്സ് പ്രൊട്ടിസ്റ്റ വിഭാഗത്തിലുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, മൂവ്മെൻറ്റ് ബൈ സീലിയ ഓർ ഫ്ലെജല്ല. മൂവ്മെൻറ്റ് ഒന്നെങ്കിൽ സീലിയ ഉപയോഗിച്ചായിരിക്കും, അല്ലെങ്കിൽ ഫ്ലെജല്ല ഉപയോഗിച്ചാണ്. ദെൻ റീപ്രൊഡക്ഷൻ അസെക്ഷലോ സെക്ഷലോ ആയിരിക്കും. എസെക്ഷൽ ആൻഡ് സെക്ഷൽ. ഓക്കെ ആണല്ലോ. ഇനി പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തിലെ ഇത്രയും ക്ലാസ്സസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലെജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈമോട്സ്, ലാസ്റ്റ് വൺ പ്രോട്ടോസോയിൻസ്. ഓരോന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തേത് ക്രൈസോഫൈറ്റ്സ്. ക്രൈസോഫൈറ്റ്സിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ. ക്രൈസോഫൈറ്റ്സിൽ വരുന്നതാണ് ഡയാറ്റംസും ഗോൾഡൻ ആൽഗയും. ഗോൾഡൻ ആൽഗെ. ഈ ഗോൾഡൻ ആൽഗയ്ക്ക് ഒരു പേരുണ്ട്, ഡെസ്മിഡ്സ്. ഡെസ്മിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾഡൻ ആൽഗെ. ദെൻ അടുത്തത് ഡൈനോഫ്ലെജലേറ്റ്സ്. ഡൈനോഫ്ലെജലേറ്റ്സിൻ്റെ എക്സാമ്പിളാണ് ഗോണിയോലെക്സ്. നെക്സ്റ്റ് വൺ യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സിൻ്റെ എക്സാമ്പിൾ പഠിക്കാൻ എളുപ്പമാണ്. യു എന്നങ്ങ് എഴുതിയാൽ മതി. യൂഗ്ലീന തന്നെയാണ് യൂഗ്ലിനോയിഡ്സിൻ്റെ എക്സാമ്പിൾ. യൂഗ്ലീന. നെക്സ്റ്റ് എന്താണ്? സ്ലൈമോട്സ്. സ്ലൈമോട്സിന് പ്രത്യേകം ടെക്സ്റ്റിൽ പറയുന്നില്ല, നമുക്ക് നോക്കാം. ഫൈസാരം എന്ന് പറയുന്ന ഓർഗാനിസം സ്ലൈമോൾഡാണ്. പിന്നെയോ ഡിക്റ്റിയോസ്റ്റീലിയം. ഓക്കെ. അടുത്തത് പ്രോട്ടോസോയിൻസിന് നിങ്ങൾ കുറച്ച് കൂടുതൽ എക്സാമ്പിൾ പഠിക്കണം. അമീബ, എൻഡമീബ ഒക്കെ എന്താണ്? പ്രോട്ടോസോയിൻസ്. അമീബ, എൻഡമീബ, പിന്നെയോ ട്രിപ്പനോസോമ, പാരമീസിയം, പ്ലാസ്മോഡിയം, ഇതൊക്കെ എന്താണ്? പ്രോട്ടോസോയിൻസ് ആണ്. പ്ലാസ്മോഡിയം, അതിൽ ട്രിപ്പനോസോമ സ്ലീപ്പിംഗ് സിക്നെസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് കാരണമാകുന്നു. ട്രിപ്പനോസോമ സ്ലീപ്പിംഗ് സിക്നെസ്. പ്ലാസ്മോഡിയം ആണ് മലേറിയ വരുത്തുന്നത്. മലേറിയൽ പാരസൈറ്റാണ്. ഓക്കെ. അടുത്ത എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? നെക്സ്റ്റ് ഹാബിറ്റാറ്റ്. ആദ്യം ഏതാണ്? ക്രൈസോഫൈറ്റ്സിനെ കാണപ്പെടുന്നത് ഫ്രഷ് വാട്ടറിലും മെറൈൻ വാട്ടറിലുമാണ്. അതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ, മെറൈൻ വാട്ടറിലും ആരെ കാണാം? ക്രൈസോഫൈറ്റ്സിനെ കാണാം. ഓക്കെ. ദെൻ അടുത്ത ഏതാണ്? ഡൈനോഫ്ലെജലേറ്റ്സിനെ കൂടുതലായും കാണപ്പെടുന്നത് എവിടെ തന്നെയാണ്? മെറൈൻ വാട്ടറിൽ. നെക്സ്റ്റ് യൂഗ്ലിനോയിഡ്സ് സ്റ്റാഗ്നൻറ്റ് ഫ്രഷ് വാട്ടറിലാണ് കാണപ്പെടുന്നത്. സ്റ്റാഗ്നൻറ്റ് ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടിക്കിടക്കുന്ന ശുദ്ധജലം, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ് സ്ലൈമോൺസ് കാണപ്പെടുന്നത് ഡാം പ്ലേസസിലാണ്. നനവുള്ള സ്ഥലങ്ങളിൽ. ഡീക്കേയിങ് ടിക്സിലും ലീവ്സിലും ഒക്കെ ആരെ കാണാം? സ്ലൈമോൺസിനെ കാണാം. ഡീക്കേയിങ് ലീവ്സ് ആൻഡ് ടിക്സ്. ചീഞ്ഞു തുടങ്ങിയ മരത്തൊലികളിലും ഇലകളിലും ഒക്കെ ഇവിടെ കാണാം? സ്ലൈമോട്സിനെ കാണാം. പ്രോട്ടോസോവൻസ് എല്ലായിടത്തും കാണും. ഫ്രഷ് വാട്ടറിൽ കാണാം, മെറൈൻ വാട്ടറിൽ കാണാം, പിന്നെയോ ടെറസ്ട്രിയൽ എൻവയോൺമെൻറ്റിലും ആരെ കാണാം? പ്രോട്ടോസോവൻസിനെ കാണാം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്രീഷൻ. ഇവരുടെ ന്യൂട്രീഷൻ എങ്ങനെയാണ്? ക്രൈസോഫൈറ്റ്സ് എല്ലാം എന്താണ്? ഫോട്ടോസിന്തറ്റിക് ആണ്. ഫോട്ടോസിന്തറ്റിക് ആണ്. ദെൻ ഡൈനോഫ്ലെജലേറ്റ്സ് എന്താണ്? ഫോട്ടോസിന്തറ്റിക് ആണ്. ദെൻ സ്ലൈമോൺ
യൂഗ്ലിനോയിഡ്സ് എന്താണ്? അവർ നല്ല വില്ലന്മാരാണ്. അവർ ഫോട്ടോസിന്തറ്റിക്കുമാണ്, പിന്നെയോ ഹെറ്ററോട്രോഫ്സ്. ഫോട്ടോസിന്തറ്റിക് എപ്പോഴായിരിക്കും? ലൈറ്റ് ഉണ്ടെങ്കിൽ അവരെന്താണ്? ഫോട്ടോസിന്തറ്റിക് ആണ്. ലൈറ്റ് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഞങ്ങൾക്ക് ലൈറ്റൊന്നും വേണ്ടാന്ന് പറഞ്ഞ് തൊട്ടടുത്ത് കാണുന്ന ചെറിയ ജീവിയെ പിടിച്ച് തിന്നും. അവർ പ്രിഡേറ്ററായിട്ടും ആക്ട് ചെയ്യും. ലൈറ്റ് ഇല്ലെങ്കിൽ അവരെന്താണ്? പ്രിഡേറ്ററാണ്. ഓക്കെ, അടുത്ത എന്താണ്? സ്ലൈമോഡ്സ് എന്താണ്? സാപ്രോഫൈറ്റ്സ് ആണ്. ഡാം പ്ലേസസിൽ ഡീക്കേയിങ് കണ്ടീഷനല്ലേ കാണുന്നത്? അവർ സാപ്രോഫൈറ്റ്സ് ആണ്. അടുത്ത ആരാണ്? അടുത്തതാരാണ്? പ്രോട്ടോസോവൻസ് ഹെറ്ററോട്രോഫ്സ് ആണ്. ഹെറ്ററോട്രോഫ്സ് ആണ്. എങ്ങനെയാണ്? ഒന്നെങ്കിൽ അവർ പ്രിഡേറ്ററായിട്ട് ആക്ട് ചെയ്യും, അവർ പ്രിഡേറ്റർ ആയിരിക്കും, അല്ലെങ്കിലോ പാരസൈറ്റ്സ് ആയിരിക്കും. പ്രിഡേറ്റർ ഓർ പാരസൈറ്റ്സ്. നെക്സ്റ്റ് നമ്മുടെ പഠിക്കാനുള്ളത് സെൽ വോളാണ്. സെൽ വോളിൻ്റെ പ്രത്യേകത എന്താ? ക്രൈസോഫൈറ്റ്സിന് സെൽ വോള് പ്രസൻ്റ് ആണ്. നിർമ്മിച്ചിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയ സിലിക്ക എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ്. അടുത്ത ആരാ? ഡൈനോഫ്ലജല്ലേറ്റ്സ്. അത് സെൽ വോള് പ്രസൻ്റ് ആണ്. നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. മൂന്നാമത്തത് യൂഗ്ലിനോയിഡ്സിന് എന്തുണ്ട്? സെൽ വോള് ഉണ്ടോ? ഇല്ല, ആബ്സെൻ്റ് ആണ്. യൂഗ്ലിനോയിഡ്സിന് സെൽ വോൾ ഇല്ല. പിന്നെയോ അവരുടെ ഔട്ടർ മെംബ്രെയിൻ കവർ ചെയ്തിരിക്കുന്നത് പെല്ലിക്കിൾ എന്ന് പറയുന്നൊരു മെറ്റീരിയൽ കൊണ്ടാണ്, അല്ലെങ്കിൽ ബോഡി കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിനാണ് ഒരു പ്രോട്ടീനേഷ്യസ് ആയ മെംബ്രെയിനാണ് പെല്ലിക്കിൾ. ഓക്കെ, ദെൻ സ്ലൈമോഡ്സിന് സെൽ വോള് ഇല്ല. പിന്നെയോ പ്രോട്ടോസോവനും എന്തില്ല? സെൽ വോള് ഇല്ല. ഇനി സ്ലൈമോഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. സെൽ വോൾ ആബ്സെൻ്റ് ആണ്, പക്ഷേ അൺഫേവറബിൾ കണ്ടീഷനിൽ ഇവരെന്ത് ഫോം ചെയ്യും? സ്പോർ ഫോം ചെയ്യും. അൺഫേവറബിൾ കണ്ടീഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി അവർ സ്പോർ ഫോം ചെയ്യും. ഈ സ്പോറിന് എന്തുണ്ട്? വ്യക്തമായ സെൽ വോൾ ഉണ്ട്. ഏതിന്? സ്പോറിന്. ഓക്കെ, ഇവരുടെ കമ്പയർ ചെയ്ത് പഠിക്കാനുള്ള പോയിൻറ്റ്സ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി കുറച്ച് പോയിൻറ്റ്സ് കൂടെ ഇവരെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ എന്തായിരുന്നു? ക്രൈസോഫൈറ്റ്സ്. ഇവരുടെ ഷെല്ലിന് അല്ലെങ്കിൽ സെൽ വോളിനൊരു പ്രത്യേകതയുണ്ട്. സെൽ വോൾസ് ഫോംസ് 2 ഓവർലാപ്പിംഗ് ഷെൽസ്. സെൽ വോൾസ് ഫോം 2 ഓവർലാപ്പിംഗ് ഷെൽസ് എന്ന് പറഞ്ഞാൽ 2 ഷെല്ലുകൾ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന പോലെയാണ് ഇവരുടെ ഷെൽസ് അല്ലെങ്കിൽ സെൽ വോള് കാണപ്പെടുന്നത്. എങ്ങനെ? സോപ്പ് ബോക്സ് ഇരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഡയറ്റോമീഷ്യസ് എർത്ത്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഡയറ്റോമീഷ്യസ് എർത്ത്. എന്താ ഡയറ്റോമീഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ? ഈ ഡയാറ്റംസിൻ്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നശിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബോഡി അല്ലെങ്കിൽ ഈ ഷെൽസ് സിലിക്കോൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യും? സമുദ്രത്തിനടിയിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പം ഒരു തിക്ക് റോക്ക് പോലെ അതങ്ങനെ ഫോം ചെയ്യും. ഓക്കെ, ഇതിനാണ് എന്ത് പറയുന്നത്? ഡയറ്റോമീഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അക്യുമുലേഷൻ ഓഫ് സെൽ വോൾസ് ഓഫ് ഡയാറ്റംസ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഇതിന് നമ്മൾ എന്ത് പറയും? ഡയറ്റോമീഷ്യസ് എർത്ത് എന്ന് പറയും. അക്യുമുലേഷൻ ഓഫ് സെൽ വോൾ ഡിപ്പോസിറ്റ് ഓഫ് ഡയാറ്റംസ്. അക്യുമുലേഷൻ ഓഫ് cell wall deposits of diatoms over billions of years. ഒരുപാട് വർഷകാലം അടിഞ്ഞുകൂടി ഈ സിലിക്കേഷ്യസ് സെല്ല് അടിഞ്ഞുകൂടി ഫോം ചെയ്യുന്നതാണ് എന്ത്? ഡയറ്റോമീഷ്യസ് എർത്ത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ യൂസ് എന്താണെന്നും പഠിക്കണം. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. ഡയറ്റോമീഷ്യസ് എർത്ത് ചോദിക്കും, ഇതിൻ്റെ യൂസും ചോദിക്കും. എന്താ ഇതിൻ്റെ യൂസ്? ഇത് പോളിഷിങ്ങിന് ഉപയോഗിക്കും, പോളിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ എന്തിനു ഉപയോഗിക്കുക? ഫിൽട്രേഷൻ ഓഫ് ഓയിൽ ആൻഡ് സിറപ്പ്. ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ഓയിലും സിറപ്സും ഒക്കെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി. എന്തുകൊണ്ടാണ്? നോക്ക്, ക്രൈസോഫൈറ്റ്സ് അല്ലെങ്കിൽ ഡയാറ്റംസ് എങ്ങനെയാണ് കാണുന്നത്? ഇതുപോലെയാണ് അതിൻ്റെ ഷെല്ല്. പോറസാണ്, നിറച്ച് പോറുകളുണ്ട്. അപ്പോൾ ഈ പോറുള്ളതുകൊണ്ട് തന്നെ ഇത് എന്തിനു ഉപയോഗിക്കും? ഫിൽട്രേഷന് വേണ്ടി. ഇത് മൈന്യൂട്ട് പോർസ് ഉണ്ട്, ഫിൽട്രേഷന് വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, അടുത്ത നോക്ക്, ഡൈനോഫ്ലജല്ലേറ്റ്സിൻ്റെ പ്രത്യേകത. നോക്ക്, ചിത്രം നോക്ക്, നല്ല ഭംഗിയുള്ള
ജീവികളാണ്. നല്ല ഭംഗിയുള്ള ഓർഗാനിസമാണ് അല്ലേ? പല കളറിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. ബേസ്ഡ് ഓൺ ദി പിഗ്മെൻറ്റ് ദേ അപ്പിയർ ഇൻ വേരിയസ് കളർ. പിഗ്മെൻറ്റിനനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു? പല കളറിൽ കാണപ്പെടും. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു പ്രത്യേകതയാണ് വേരിയസ്ലി കളേർഡ് ബേസ്ഡ് ഓൺ ദി പിഗ്മെൻറ്റ്. വേരിയസ്ലി കളേർഡ് ആണ്. എന്താണ് കളറിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് കളർ കിട്ടുന്നത്? ബേസ്ഡ് ഓൺ പിഗ്മെൻറ്റ്. പിഗ്മെൻറ്റിനനുസരിച്ച് പല കളറിൽ അവർ കാണപ്പെടുന്നു. ഇനി അവർക്ക് വേറെയും പ്രത്യേകതയുണ്ട്. 2 ഫ്ലജല്ലയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്ക്, ഈ ചിത്രം ശ്രദ്ധിക്ക്. 2 ഫെറോ കണ്ടോ? ഒരു ചാല് പോലെയുള്ള ഭാഗങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓരോ ബോഡിയിലും എന്തുണ്ട്? 2 ചാല് പോലെയുള്ള ഭാഗങ്ങൾ കാണും. ഈ ഓരോ ചാലിൽ നിന്നും എന്ത് ചെയ്യും? ഫ്ലജല്ല ഒറിജിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 ഫ്ലജല്ല. ഇവർക്ക് 2 ഫ്ലജല്ലയുണ്ട്. എന്താണ്? ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലാണ്, ഒന്ന് ട്രാൻസ്വേഴ്സാണ്. 2 ഫ്ലജല്ല. 2 ഫ്ലജല്ല. 1 ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് 1 ട്രാൻസ്വേഴ്സ്. 2 ഫ്ലജല്ലയുണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനാണ്, ഒന്ന് ട്രാൻസ്വേഴ്സാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് റെഡ് ടൈഡ്. റെഡ് ടൈഡ്. റെഡ് ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഗോണിയോലെക്സ് അല്ലെങ്കിൽ ഈ ഡൈനോഫ്ലജല്ലേറ്റ് എന്ത് ചെയ്യും? അനുകൂലമായ സാഹചര്യങ്ങളിൽ റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒരുപാട് എണ്ണമായിട്ട് പെരുകും. അങ്ങനെയുള്ള സമയത്ത് എന്ത് നിറത്തിൽ കാണും? റെഡായിട്ട്. റെഡ് ഡൈനോഫ്ലജല്ലേറ്റ് ധാരാളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു ഏരിയ തന്നെ റെഡായിട്ട് അപ്പിയർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? റെഡ് ടൈഡ് എന്ന് പറയും. റാപ്പിഡ് multiplication of red dinoflagellates makes the sea appear red. ഓക്കെ, നമ്മൾ എന്ത് പറയും? റെഡ് ടൈഡ് എന്ന് പറയും. ഇനി ഇതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ടോക്സിൻ ഒരുപാട് വാസ്റ്റായിട്ട് പെരുകി കിടക്കുകയാണ് അല്ലേ? അപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ജലാശയങ്ങളിലെ ജീവികൾക്കൊക്കെ ദോഷമായിട്ട് ബാധിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത നോക്ക്, യൂഗ്ലിനോഡ്സ്. യൂഗ്ലിനോഡ്സിനെ കുറിച്ച് നമുക്കിനി ഒരു പോയിൻ്റ് കൂടെ ഓർത്ത് വെച്ചാൽ മതി. പ്രസൻസ് ഓഫ് 2 ഫ്ലജല്ല. യൂഗ്ലിനോഡ്സ് എന്തുണ്ട്? 2 ഫ്ലജല്ലയുണ്ട്. 2 ഫ്ലജല്ല. ഒരു ഷോർട്ടും 1 ഷോർട്ടാണ്, 1 ലോങ് ആണ്. 2 ഫ്ലജല്ലയുണ്ട്. ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. യൂഗ്ലിനോഡ്സ് നോക്ക്, നല്ല ഭംഗിയുള്ള ജീവിയാണ് അല്ലേ? ഓക്കെ, അടുത്ത എന്താണ്? സ്ലൈം മോഡ്സ്. സ്ലൈം മോഡ്സിൻ്റെ പ്രത്യേകത, അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ദേ ഫോം ആൻ അഗ്രിഗേഷൻ കോഡ് പ്ലാസ്മോഡിയം. ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു പോയിൻ്റാണ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിളായിട്ടുള്ള കണ്ടീഷനിൽ ഇവരെന്ത് ചെയ്യും? വളരെ സന്തോഷത്തോടെ അങ്ങ് പെരുകും. വളരെ വാസ്റ്റായിട്ട് ന്യൂട്രിയൻസ് ഒക്കെ മാക്സിമം അബ്സോർബ് ചെയ്ത് ഇങ്ങനെ പെരുകും. ആ ഒരു അഗ്രിഗേഷനെ, ഒരുമിച്ച് വളർന്നു നിൽക്കുന്ന ആ ഒരു കണ്ടീഷനെ നമ്മൾ എന്ത് പറയും? പ്ലാസ്മോഡിയം എന്ന് പറയും. പ്ലാസ്മോഡിയം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ദേ ഫോം അഗ്രിഗേഷൻ. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ദേ ഫോം ആൻ അഗ്രിഗേഷൻ. അതിനാണ് എന്ത് പറയുന്നത്? പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഇനി കണ്ടീഷൻ ഫേവറബിൾ അല്ലെങ്കിലോ, അൺഫേവറബിൾ കണ്ടീഷനിൽ അവരെന്ത് ചെയ്യും? മെല്ലെ സ്പോറുകളായിട്ട് അങ്ങനെ നിൽക്കും. ഈ സ്പോറുകൾക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? അൺഫേവറബിൾ കണ്ടീഷനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ സ്പോറ് പൊട്ടി എന്ത് ചെയ്യും? ഈ സ്പൊറാഞ്ചി പൊട്ടി എന്ത് ചെയ്യും? സ്പോറുകൾ പുറത്തു വരും. അത് പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. അപ്പോൾ അൺഫേവറബിൾ കണ്ടീഷന് എന്താ സംഭവിക്കുന്നത്? അൺഫേവറബിൾ കണ്ടീഷൻ അവരെന്ത് ചെയ്യും? പ്രൊഡ്യൂസ് സ്പോർസ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ഗ്രൂപ്പാണ് എന്ത്? പ്രോട്ടോസോവൻസ്. ഈ പ്രോട്ടോസോവൻസിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട്. 4 ഗ്രൂപ്പ്സ് ഉണ്ട്. ഇവരുടെ ലോക്കോമോഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ എന്താണോ അവർ ലോക്കോമോഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് അവരെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. ഒന്ന് അമീബോയിഡ് പ്രോട്ടോസോവൻസ്.
പ്രോട്ടോസോവൻസ്. അമീബ എക്സാമ്പിളാണ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു. എന്താ അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്നത്? എന്താണ്? സ്യൂഡോപോഡിയ. അമീബോയ്ഡ് പ്രോട്ടോസോവൻ. ലോക്കോമോഷൻ എങ്ങനെയാണ്? ബൈ സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ. അമീബ, എൻഡമീബയൊക്കെ ഈ ഗ്രൂപ്പിൽ വരുന്നതാണ്. എക്സാമ്പിളാണ് അമീബ, എൻഡമീബ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ അടുത്തതാണ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ അതിന് എക്സാമ്പിളാണ്. അവരുടെ ലോക്കോമോഷൻ എങ്ങനെയാണ്? ബൈ ഫ്ലജല്ല. ലോക്കോമോഷൻ ബൈ ഫ്ലജല്ല. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ട്രിപ്പനോസോമ. നേരത്തെ പറഞ്ഞു സ്ലീപ്പിംഗ് സിക്നസ്സിന് കാരണമാകുന്നു. നെക്സ്റ്റ് മൂന്നാമത്തതാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എന്തുപയോഗിച്ചായിരിക്കും? നമുക്കറിയാം, ബൈ സീലിയ. സീലിയ ഉപയോഗിച്ചാണ്. അതിന് എക്സാമ്പിളാണ് പാരമീസിയം. നാലാമത്തെയാണ് സ്പോറോസോവൻ. സ്പോറോസോവൻസിൻ്റെ പ്രത്യേകത, ഇവർക്കെല്ലാം ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോർ ബിയറിംഗ് സ്റ്റേജ് ഉണ്ട്. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ഉണ്ട്. ഇൻഫെക്ഷ്യസ് സ്റ്റേജ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് പ്ലാസ്മോഡിയ. നമ്മൾ പറഞ്ഞു പ്ലാസ്മോഡിയ എന്തിന് കാരണമാകുന്നു? മലേറിയയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഭാഗത്തുനിന്ന് പഠിക്കാനുള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കിട്ടും. ഇത് പ്രോട്ടോസോവൻസിൻ്റെ ചിത്രങ്ങളാണ് അല്ലേ? ഏതെങ്കിലുമൊക്കെ ചിത്രം തന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, അമീബയാണ് അല്ലേ? എന്തുപയോഗിച്ചാൽ ലോക്കോമോഷൻ എങ്ങനെയാണ്? സ്യൂഡോപോഡിയ. എന്താണ്? പാരമീസിയാണ്. സീലിയേറ്റഡ് പ്രോട്ടോസോവനാണ്. എന്തുണ്ട്? സീലിയുണ്ട്. ബോഡിക്ക് ചുറ്റും ചെറിയ ചെറിയ സീലിയുണ്ട്. ബോഡിയിലൊരു ക്യാവിറ്റി ഉണ്ട്, ഗുള്ളറ്റ്. ഇതിലൂടെയാണ് ഭക്ഷണം അകത്തേക്ക് ചെല്ലുന്നത്. ഇത് ട്രിപ്പനോസോമയാണ്. ടെക്സ്റ്റിലില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ട്രിപ്പനോസോമയാണ്. ഓക്കെ, സ്ലീപ്പിംഗ് സിക്നസ്സിന് കാരണമാവും. ഇതെന്താണ്? നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. ഡൈനോഫ്ലജല്ലേറ്റ് ആണ്. ഡൈനോഫ്ലജല്ലേറ്റ്. ഫറോ പോലെ, ചാല് പോലെയുള്ള ഭാഗങ്ങൾ ശരീരത്തിലുണ്ട്. ഫ്ലജല്ലുണ്ട്. ഇതെന്തിൻ്റെ ചിത്രം? യൂഗ്ലിനോയിഡ്സ്. ഇതെന്താണ്? സ്ലൈം മോൾഡ്. ഇതെന്താണ്? പാരമീസിയം. സീലിയേറ്റഡ് പ്രോട്ടോസോവനാണ്. ബോഡി ക്യാവിറ്റി ഉണ്ട്, അതിന് ഗുള്ളറ്റ് എന്ന് പറയും. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. നോക്ക്. ഡിഫൈൻ ഡയറ്റോമീഷ്യസ് എർത്ത്. മെൻഷൻ ഇറ്റ്സ് യൂസസ്. എന്താ ഡയറ്റോമീഷ്യസ് എർത്ത്? അക്കുമുലേഷൻ ഓഫ് സെൽ വോൾ ഡിപ്പോസിറ്റ്സ് ഓഫ് ഡയാറ്റംസ് ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ്. ട്രിപ്പനോസോമ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. അങ്ങനെയാണെങ്കിൽ ഡാഷ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ നമ്മൾ പഠിച്ച ഏതാണ്? പാരമീസിയം. എക്സാമ്പിൾ ഓഫ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ നിങ്ങൾ പഠിച്ച എക്സാമ്പിൾ ട്രിപ്പനോസോമ. ഡയാറ്റംസ് ദി ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻ ആർ യൂസ്ഫുൾ ടു അസ് ഈവൻ ആഫ്റ്റർ ദർ ഡെത്ത്. ഇവാലുവേറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ്. എങ്ങനെയാണ് ഡയാറ്റംസ് യൂസ്ഫുൾ ആവുന്നത് അവരുടെ ഡെത്തിന് ശേഷവും? എന്തുകൊണ്ടാണ്? ഡയറ്റോസ്മേഷ്യസ് എർത്ത്. എന്തിനുപയോഗിക്കുക? പോളിഷിങ്ങിനും ഫിൽട്രേഷൻ ഓഫ് ഓയിൽ ആൻഡ് സിറപ്സ്. അടുത്ത നോക്ക്. യൂഗ്ലീന പ്രോട്ടിസ്റ്റാണ്. മൈക്കോപ്ലാസ്മ എന്താണ്? മൊനീറ. ഐഡൻറ്റിഫൈ ദി ഗ്രൂപ്പ് ഓഫ് പ്രോട്ടിസ്റ്റ്. സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ഫോം പ്ലാസ്മോഡിയം. സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ്, പ്ലാസ്മോഡിയം ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഏതാണ്? നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഏതാണ്? അങ്ങനെയുള്ള നമ്മൾ പഠിച്ചത് സ്ലൈമോട്സ്. പിന്നെ ഇവിടുന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ ഇതുപോലെ ചിത്രം തരും, ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. ഓക്കെ. സജിതാസ് അക്കാദമിയിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.